മോഹൻ വർഗീസ്, ശരിയാണ്, നമ്മൾ നിർത്തിയിട്ടില്ല. ഈ പറയുന്ന ഇന്ത്യ അമേരിക്ക ആണവ കരാർ പ്രകാരം പിഴച്ചുങ്കം ഒഴിവാക്കാൻ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകി എന്നാണ് കരാർ എന്ന് ട്രംപ് പറഞ്ഞാലും നമ്മൾ നിർത്തിയിട്ടില്ല. പക്ഷേ ഘട്ടം ഘട്ടം നമ്മൾ കുറയ്ക്കുന്നുണ്ട്. അത് ട്രംപ് തന്നെ പറയുന്നുണ്ട്. അത് കൊമേഴ്സ് മന്ത്രാലയത്തിൻ്റെ കണക്ക് പോയി നോക്കിയാൽ അറിയാം. ഇപ്പം ബ്ലൂംബർഗ് പോലുള്ള അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ കൃത്യം കണക്ക് അവിടെ ഉണ്ട്. 2026 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കരാറിൻ്റെ തൊട്ട് മുമ്പ് $1.98 ബില്യൺ എന്ന് പറഞ്ഞാൽ 44 മാസത്തിലെ ഏറ്റവും കുറവാണെന്നും ഇപ്പോഴത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും റഷ്യയുടെ കണക്കുകളൊക്കെ അവിടെ ഉണ്ട്. പോട്ടെ, കണക്ക് വിട്ടേക്ക്. ഇനി കണക്ക് എന്താണെങ്കിലും ഇനി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനെ നമ്മൾ നിരാകരിച്ചു എണ്ണ നമ്മൾ പ്രവൃത്തിയിൽ വാങ്ങുകയാണെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്രത്തിൽ ഒരു രാജ്യം ഒരു പരമോന്നത ഒരു പരമാധികാര സോവറിൻ രാഷ്ട്രത്തെ വേറൊരു പരമാധികാര സോവറിൻ രാഷ്ട്രം ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ വന്നാൽ അത് വേണ്ട എന്ന് മയപ്പെട്ട, ഞാൻ പറഞ്ഞ പോലെ ഭാഷ വേണ്ട, വളരെ മയപ്പെട്ട വളരെ ശാന്തമായ ഭാഷയിൽ ഒരു വരി പറയാൻ നമ്മുടെ ഭരണ നേതൃത്വം ബാധ്യസ്ഥരാണ്. നമ്മൾ അത് കേൾക്കാൻ അർഹരാണ്. ശ്രീ മോഹൻ വർഗീസ്, ഒരു വരി പറയാനുള്ള സമയം, സാഹചര്യം, സൗമനസ്യം കാട്ടിയിരുന്നെങ്കിൽ ഏറെ കയ്യടി നേടാൻ സാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഹൃദയങ്ങൾ കീഴടക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ചെയ്യുന്നുണ്ടല്ലോ, സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നയൻ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്തെ കൃത്യമായി ചെയ്തു വെച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ ഒരുപാട് ന്യായീകരിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. ആദ്യം തന്നെ ചെയ്യാമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തന്നെ കൃത്യമായി പറഞ്ഞു വയ്ക്കാമായിരുന്നു, ഞങ്ങളുടെ മേൽ കുതിര കയറാൻ വരണ്ട, ഇത് ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് നിർത്താൻ. ഇത് പറയാമായിരുന്നു. അമേരിക്ക അതിനകത്തൊരു പാർട്ടിയല്ല. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അമേരിക്ക ഒരു പാർട്ടിയല്ല. ഇവിടെയും ഉഭയകക്ഷി വ്യാപാരമാണ്. റഷ്യയും ഇന്ത്യയും തമ്മിൽ നടക്കുന്നത് ഉഭയകക്ഷി വ്യാപാരമാണ്. അതിൽ മറ്റൊരു രാജ്യം അഭിപ്രായം പറയേണ്ട കാര്യമേ ഇല്ല. അതിനെക്കുറിച്ചാണ് പറയേണ്ടത്. റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ നിയതമായ ചില ചട്ടങ്ങൾ, അത് വ്യാപാര ചട്ടങ്ങൾ ഉൾപ്പെടെ വരും. ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനമാണ്. റഷ്യക്ക് എണ്ണ വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇന്ത്യക്ക് എണ്ണ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ, രണ്ട് കൂട്ടരും പറഞ്ഞുറപ്പിക്കുന്ന ഒരു വിലയിൽ എഗ്രി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കച്ചവടം അവിടെ നടന്നിരിക്കും. ശ്രീകാശ്മി, അത് ഒരു ശക്തി ഇടപെട്ടാലും ആ കച്ചവടം നടക്കാതിരിക്കില്ല. മറ്റൊരു രാജ്യവുമായി കച്ചവടം അത് വേറെയാണ്. അമേരിക്കയുമായി കച്ചവടം നടത്തണമെങ്കിൽ അത് ഉഭയകക്ഷി കരാർ ഒപ്പിട്ട് സമഗ്രമായ വ്യാപാര കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാം. അതുകൊണ്ട് ഒരു വ്യാപാര കരാർ ഒപ്പിടണം എന്നത് കൊണ്ട് മാത്രം മറ്റൊരു രാജ്യവുമായിട്ടുള്ള കച്ചവടം എന്താണ് വാങ്ങേണ്ടത്, എപ്പോഴാണ് വാങ്ങേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയാണ് വാങ്ങേണ്ടത്, എന്ത് വിലക്കാണ് വാങ്ങേണ്ടത്, എപ്പോഴെല്ലാം വാങ്ങാം, ഏത് സമയം വരെ വാങ്ങാം മുതലായ കാര്യങ്ങൾ തീരുമാനിക്കാൻ മറ്റൊരു രാജ്യത്തിന് അവകാശം കൊടുത്താൽ അറബി ഒട്ടകത്തിന് മുക്ക് വെക്കാൻ സ്ഥലം കൊടുത്ത പോലെയാകും. അവസാനം അറബി ടെന്റിൽ നിന്നും പുറത്താകും. ആ അവസ്ഥയിൽ ഇന്ത്യയെ എത്തിച്ചു നിർത്താൻ ഭരണാധികാരികൾ ശ്രമിക്കില്ല എന്ന് തന്നെയാണ് ഉത്തമ വിശ്വാസം. ഇത്രയും അധികം ചർച്ച രാജ്യത്തുണ്ടായതുകൊണ്ട് ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഈസ് വാച്ചിങ്. ഇന്ത്യ വിശ്വഗുരുവൊക്കെയാണ്, ശരിയാണ്. ഇന്ത്യയുടെ സ്റ്റേച്ചർ വളരെ ഹൈ ആണ്. ഗ്ലോബൽ സൗത്തിൻ്റെ വോയിസ് ആണ്. അത് കേൾക്കേണ്ടതിടത്ത് കേൾക്കേണ്ടതുപോലെ പ്രകടിപ്പിച്ചില്ല എങ്കിൽ ഈ വാക്കുകൾക്ക് എന്തർത്ഥം? അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംസാരിക്കണമെന്നില്ല. മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന്, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന്, വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവന ഉണ്ടായാൽ മതി. ട്രേഡ് കാര്യങ്ങൾ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, അതനുസരിച്ച് പോകും. ഇനി മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നു, ഇറാൻ അമേരിക്ക യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ ചർച്ച മുഴുവൻ അരങ്ങേറുന്നത്. ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു. അമേരിക്കൻ കപ്പലുകൾക്ക്, ഇസ്രയേലി കപ്പലുകൾക്ക്, യൂറോപ്യൻ കപ്പലുകൾക്ക് അടച്ചിരിക്കുന്നു. പക്ഷേ ഞങ്ങളുമായി ചരിത്രപരമായ ബന്ധമുണ്ടായിരുന്ന ചില രാജ്യങ്ങളുടെ കപ്പലുകൾ കടന്നാൽ ഞങ്ങൾ തടയില്ല എന്ന് പറഞ്ഞാൽ റഷ്യൻ കപ്പലുകൾ, ചൈനീസ് കപ്പലുകൾ, ഇന്ത്യൻ കപ്പലുകൾ മുതലായവ ഹോർമൂസ് കടലിടുക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചാൽ ഇറാൻ ആക്രമിക്കില്ല. ഇനിയുള്ള ചോദ്യം, അമേരിക്ക ആക്രമിക്കുമോ എന്നതാണ് അടുത്ത ചോദ്യം. അങ്ങനെ ചെയ്യാൻ യഥാർത്ഥത്തിൽ റഷ്യയോ ചൈനയോ ഒരു തീരുമാനമെടുക്കുന്നു. കപ്പലുകൾ ഒരു പ്രദർശനം എന്ന നിലയിൽ, അല്ലെ ഫ്ലെക്സിംഗ് മസിൽസ് എന്ന നിലയിൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ലല്ലോ, കപ്പലുകൾ ഹോർമൂസിലൂടെ സഞ്ചരിക്കാൻ ഒരു തീരുമാനമെടുത്താൽ അമേരിക്കയ്ക്ക് എന്ത് ചെയ്യാനാവും? ചൈനയെ വെല്ലുവിളിച്ചുകൊണ്ട്, റഷ്യയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മിസൈൽ അയക്കാൻ സാധിക്കുമോ? അതൊന്നും ചെയ്യില്ലല്ലോ. ഇവിടെയാണ് ഈ അമേരിക്കയ്ക്ക് ഇത് പറയാമെന്നേ ഉള്ളൂ. തീർച്ചയായും ഇറാൻ അവിടെ ഒറ്റയ്ക്കാണ്. ഇറാൻ സ്വയം കൃതാനർത്ഥം എന്ന രീതിയിലൊക്കെ ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ അനർത്ഥം തന്നെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അത് വ്യക്തമാണ്. കാരണം ഇറാൻ
ഒരു വലിയ ഹൈ വോൾട്ടേജ് റെട്ടറിക് നടത്തി. ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുമ്പോൾ സ്വതന്ത്ര പരമാധികാര രാജ്യമായ ഇസ്രായേലിനും ഈ ഭൂമുഖത്തെ എക്സിസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് ഇറാൻ പറയേണ്ട കാര്യമല്ല. അതേസമയം ഇറാൻ എന്ന പരമാധികാര രാജ്യത്തെ നിലനിൽക്കാൻ അവകാശമുണ്ട്. അതിന്മേൽ അമേരിക്ക കടന്നുകയറ്റം നടത്തിയാൽ അവിടെ മാത്രമല്ല, വെനിസ്വേലയിലെ മദുറോയെ പിടിച്ചുകൊണ്ട് പോകുന്നു, അവിടുത്തെ എണ്ണയെ കൈവെക്കുന്നു, ഇറാൻ ഇല്ലാതെ നോക്കുന്നു. അത് കഴിഞ്ഞ് ക്യൂബ എന്ന് ഉടുപ്പില്ല പറയല്ലേ ഒരു പരമാധികാരം. നോക്കൂ, ഇറാൻ ഞങ്ങൾ നേരെ പോകുന്നു ക്യൂബയിലോട്ടാണ്, അവിടെ ഞങ്ങൾ എടുക്കാൻ പോവാണ്, വെനിസ്വേല എടുക്കാൻ പോവാണ്, ഞങ്ങൾക്ക് ഗ്രീസ് വേണം. എന്താ ഇത്? ഇവിടെ ഉപാധികളില്ലാതെ കീഴടങ്ങും ട്രംപ് പറയാം. ട്രൂത്ത് സോഷ്യൽ പറയുന്നു ഉപാധികളില്ലാതെ കീഴടങ്ങലല്ലാതെ ഇറാനുമായി മറ്റൊരു കരാറും ഉണ്ടാക്കില്ലെന്ന് ട്രംപ് പറയുന്നു. പ്രതികരണം ട്രൂത്ത് സോഷ്യലിലൂടെയാണ്. ഒരു ഉപാധിയുമില്ല, ഒരു കരാറുമില്ല, ഒരു കീഴടങ്ങലുമില്ല, ഒരു ചർച്ചയുമില്ല, യുദ്ധം തന്നെയാണെന്ന് പറയുന്നുണ്ട് അബ്ബാസ് അറാക്ചി. അങ്ങനെയെങ്കിൽ ഇത് കടുക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.